ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നത് UTI തന്നെ വരുന്ന പ്രോസസ്സിംഗ് ആണ് നോക്കുന്നത്. UTIയുടെ മൂന്നാമത്തെ ടോപ്പിക് വീഡിയോ ആണ് വരുന്നത്, അതായത് പ്രോസസ്സിംഗ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പ്രോസസ്സിങ്ങിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. നിങ്ങൾ ഇതിനു മുമ്പേ എന്താ UTI എന്ന് പഠിച്ചു, അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അതിന്റെ പാത്തോജെനിസിസ് പഠിച്ചു, പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ സാമ്പിൾ കളക്ഷൻ മെത്തേഡ്സ് പഠിച്ചു. അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ സാമ്പിൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പ്രോസസ്സിങ്ങിനെ നമ്മൾ രണ്ട് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മെയിൻലി ഡിവൈഡഡ് ഇൻടു ടു. ഫസ്റ്റ് വൺ ഈസ് ദ സ്ക്രീനിങ് മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ സെൻസിറ്റീവ് കൾച്ചർ മെത്തേഡ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ സ്ക്രീനിങ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജസ്റ്റ് എന്താണ് പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് സ്ക്രീനിങ് മാത്രമേ നടക്കത്തുള്ളൂ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഫസ്റ്റ് വൺ ഈസ് ദ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ, സെക്കൻഡ് വൺ ഈസ് ദ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ, തേർഡ് വൺ ഈസ് ദ കെമിക്കൽ മെത്തേഡ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ദ ഓട്ടോമേറ്റഡ് മെത്തേഡ്സ്. ഓക്കെ, സ്ക്രീനിങ്ങിൽ 4 എണ്ണമാണ് വരുന്നത്: മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ, കെമിക്കൽ മെത്തേഡ്സ് ആൻഡ് ഓട്ടോമേറ്റഡ് മെത്തേഡ്സ്. ദെൻ അതേ സമയത്ത് സെൻസിറ്റീവ് കൾച്ചർ മെത്തേഡ്സിൽ വരുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ട് 2 എണ്ണമാണ് വരുന്നത്. ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും സെമി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും. ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും അതുപോലെ തന്നെ സെമി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്നുള്ള രീതിയിൽ 2 എണ്ണമാണ് വരുന്നത്. ഈ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് ക്വാണ്ടിറ്റി ഓഫ് ഓർഗാൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ വരുന്നതാണ് പോർ പ്ലേറ്റ് മെത്തേഡ്, സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ്, ദെൻ പോർ പ്ലേറ്റ് മെത്തേഡ്. ഈ സെമി ക്വാണ്ടിറ്റേറ്റീവ് കൾച്ചർ മെത്തേഡിൽ വെച്ച് നോക്കാം. സെക്കൻഡ് വൺ ഇസ് ദ സെൻസിറ്റീവ് കൾച്ചർ മെത്തേഡ്. ഈ സെൻസിറ്റീവ് കൾച്ചർ മെത്തേഡിനെ വീണ്ടും നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആൻഡ് സെമി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ദിസ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഇൻക്ലൂഡ് പോർ പ്ലേറ്റ് മെത്തേഡ് ആൻഡ് സർഫസ് വയബിൾ കൗണ്ട് മെത്തേഡ്. മെയിൻ ആയിട്ട് 2 എണ്ണമാണ് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ: പോർ പ്ലേറ്റ് മെത്തേഡും സർഫസ് വയബിൾ കൗണ്ട് മെത്തേഡും. ഓക്കെ, ഈ സർഫസ് വയബിൾ കൗണ്ട് മെത്തേഡിൽ ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റിസർച്ച് പർപ്പസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ വീണ്ടും നമ്മൾ 2 ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് ആൻഡ് മൈൽസ് ആൻഡ് മിശ്ര മെത്തേഡ്. ഈ 2 രീതിയിലാണ് സർഫസ് വയബിൾ കൗണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് ആൻഡ് മൈൽസ് ആൻഡ് മിശ്ര മെത്തേഡ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് സെമി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആണ്. ഈ സെമി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാബിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാലിബ്രേറ്റഡ് ലൂപ്പ് മെത്തേഡ്, ദെൻ ഡിപ് സ്ലൈഡ് മെത്തേഡ്, ഫിൽട്ടർ പേപ്പർ മെത്തേഡ്. ഈ 3 എണ്ണമാണ് സെമി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ വരുന്നത്. ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ലാബ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിബ്രേറ്റഡ് ലൂപ്പ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെപ്പറ്റി ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ സ്ക്രീനിങ് മെത്തേഡ്. സ്ക്രീനിങ് മെത്തേഡിൽ വരുന്ന ഫസ്റ്റ് വൺ മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. ഈ മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നമ്മൾ എന്താ ജസ്റ്റ് നോക്കുന്നത്, നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമ്മുടെ യൂറിന്റെ കളർ നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും പ്രസൻസ് ഓഫ് പസൽ ഉണ്ടാവും, നിങ്ങൾക്കറിയാം. ദെൻ ബാക്ടീരിയ അത് ബിക്കം എന്തായിരിക്കും ക്ലൗഡി ആയിരിക്കും. ഓക്കെ, ദെൻ ക്ലൗഡി യൂറിൻ അതിന്റെ കൂടെ തന്നെ എന്തായിരിക്കും ഒരു അൺപ്ലസന്റ് ക്ലൗഡി യൂറിൻ ആൻഡ് ഓൾസോ വിത്ത് അക്കമ്പൈൻഡ് വിത്ത് അൺപ്ലസന്റ് സ്മെൽ ആൻഡ് കണ്ടെയ്ൻ ലാർജ് എമൗണ്ട് ഓഫ് WBCs. അതുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആയിട്ട് പറയാം ഇറ്റ് ഇസ് ബാക്ടീരിയൽ UTI എന്നുള്ള രീതിയിൽ പറയാം. അതായത് UTI കുറെ കോസ് ചെയ്യുന്നുണ്ട്, ബാക്ടീരിയ കോസ് ചെയ്യുന്നുണ്ട്, വൈറസ് കോസ് ചെയ്യുന്നുണ്ട്, ഫംഗസ് കോസ് ചെയ്യുന്നുണ്ട്, ഈവൻ പാരസൈറ്റ്സ് വരെ കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ അകത്ത് ബാക്ടീരിയൽ UTI ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ എന്തായിരിക്കും നല്ല രീതിയിൽ ക്ലൗഡി അല്ലെങ്കിൽ ടെർബിഡ് യൂറിൻ ആയിരിക്കും. ഓക്കെ, then അതിന്റെ കൂടെ നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്തും കൂടി കാണാൻ പറ്റും, മൈക്രോസ്കോപ്പിക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് WBC കാണാൻ പറ്റും. ഓക്കെ, ഇനി ചില സമയത്ത് എന്തായിരിക്കും യൂറിൻ റെഡ് ആൻഡ് ക്ലൗഡി അപ്പിയറൻസ് ആയിരിക്കും. ക്ലൗഡ്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്താണ് ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. ഈ റെഡ് ആൻഡ് ക്ലൗഡി വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സസ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും, യൂറിനറി ഷിസ്റ്റോസോമിയാസിസ് ആയിരിക്കും. ഇത് നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല, പാരസൈറ്റോളജിയിൽ വരുന്നതാണ്, എന്നാലും നമ്മൾ പറയുന്നേ ഉള്ളൂ. ഇത് എന്തുകൊണ്ടാണ് യൂറിനറി ഷിസ്റ്റോസോമിയാസിന്റെ കേസിൽ റെഡ് കളർ ആവുന്നത്? അതായത് ഈ ഷിസ്റ്റോസോമ ഹെമറ്റോബിയാണ് നമ്മൾ മെയിൻ ആയിട്ട് സസ്പെക്ട് ചെയ്യുന്ന പാത്തോജൻ യൂറിനറി ഷിസ്റ്റോസോമയിൽ. ആ സമയത്ത് നിങ്ങൾക്ക് അറിയാം അതിന് എന്തുണ്ട്, ഒരു സ്പൈൻ ഉണ്ട് അല്ലെ. നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് യൂറിനറി ബ്ലാഡറിന്റെ യൂറിത്രൽ വേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ സ്പൈന് നമ്മുടെ അണ്ടർലൈൻ സ്ട്രക്ചേഴ്സിനോടൊക്കെ ചെറുങ്ങനെ അബ്രേഷൻസ് കോസ് ചെയ്തിട്ട് അങ്ങനെ വരുന്ന RBCs ഉള്ളത് കൊണ്ടാണ് ഇത് റെഡ് കളറിൽ കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ ബ്രൗൺ ആൻഡ് ക്ലൗഡി. ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ഹീമോഗ്ലോബിൻ ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ത് ബ്ലാക്ക് വാട്ടർ ഫീവർ മലേറിയയുടെ കേസിൽ നമ്മൾ പഠിച്ചതാണ് സെക്കൻഡ് ഇയറിൽ അല്ലെ. അത് മലേറിയ ഇൻഫെക്ഷന്റെ കേസിൽ ഉണ്ടാവായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ് ഈ ഒരു ബ്രൗൺ ആൻഡ് ക്ലൗഡി യൂറിൻ വരാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ദ യെല്ലോ ബ്രൗൺ ഓർ ഗ്രീൻ ബ്രൗൺ. മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലിറൂബിന്റെ എമൗണ്ട് കൂടുന്നതാണ് സംഭവിക്കുന്നത്. അത് മെയിൻ ആയിട്ട് വരുന്നത് അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസിന്റെ കേസിലും പിന്നെ അതുപോലെ തന്നെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിന്റെ കേസിലാണ് ഈ ഒരു രീതിയിൽ കണ്ടുവരുന്നത്. പിന്നെ യെല്ലോ ഓറഞ്ച് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് യൂറോബിലിൻ ഉള്ളത് കൊണ്ടാണ്. ഇത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഹീമോലൈസിസും പിന്നെ അതുപോലെ തന്നെ ഹെപ്പറ്റോ സെല്ലുലാർ ജോണ്ടിസും ഉണ്ടാകുന്ന സമയത്താണ് ഈ യെല്ലോ ഓറഞ്ച് വരുന്നത്.
Then milky white, it is mainly due to chylurea എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇത് മെയിൻ ആയിട്ട് വരുന്നത് ബാൻഡ്രോഫ്റ്റിയൻ ഫൈലേറിയാസിന്റെ കേസിലാണ് വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ ജനറലി പറയുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ കേസിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് എന്ത് മാത്രമാണ്, നമ്മുടെ കേസിൽ വരാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയൽ ആസ്പെക്ട്സ് മാത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് നോക്കിയാൽ മതി, ക്ലൗഡ്നെസ് മാത്രം നോക്കിയാൽ മതി. then ഈ ക്ലൗഡ്നെസ് എല്ലായ്പ്പോഴും ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ റീനൽ ട്യൂബർക്ലോസിസ് സസ്പെക്ട് ചെയ്യുന്ന കേസിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ക്ലൗഡ്നെസ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഏർലി മോർണിംഗ് സാമ്പിൾ ഫോർ 3 സക്സസീവ് ഡേയ്സ് വരും. അതിനുശേഷമാണ് നമ്മളിത് ബാക്കിയുള്ള ചെയ്യാറ്. ഇത് നമ്മൾ മിഡ് സ്ട്രീം യൂറിൻ സാമ്പിളിന്റെ കേസിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, then നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് നടക്കാണ്. ദാറ്റ് ഈസ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. ഈ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ കുറെ എക്സാമിനേഷൻ നിങ്ങൾക്ക് പഠിച്ചതൊക്കെ തന്നെയാണ്. മെയിൻ ആയിട്ട് വരുന്നത് ഗ്രാം സ്റ്റെയിനിങ്ങും പിന്നെ അതുപോലെ തന്നെ വെറ്റ് മൗണ്ട് ആണ്. നമ്മൾ ഫസ്റ്റ് ചെയ്യുക എന്താണ്, വെറ്റ് മൗണ്ട് ആണ്. ഓക്കെ, ഈ വെറ്റ് മൗണ്ട് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് പസ് സെൽസ് ഉണ്ടോ എന്ന് നോക്കുക, RBCs, എപ്പിത്തീലിയൽ സെൽസ്, ക്രിസ്റ്റൽസ്, കാസ്റ്റ്, പാരസൈറ്റ്സ്. ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. പാരസൈറ്റിക് ഡെമോൺസ്ട്രേഷൻ നമ്മൾ ഈ വെറ്റ് മൗണ്ട് വെച്ച് നമ്മളങ്ങ് ഫിനിഷ് ആക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ബാക്ടീരിയൽ ആസ്പെക്ട്സ് ഇമ്പോർട്ടന്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പസ് സെൽസ് ആണ്. ഓക്കെ, നോർമലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു യൂറിൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നോർമൽ ഇൻഡിവിജ്വൽസിന് ചെറിയൊരു എമൗണ്ട് പസ് സെൽസ് കാണും, വളരെ ചെറിയൊരു എമൗണ്ട് പസ് സെൽസ് മാത്രമേ കാണത്തുള്ളൂ. ദെൻ ഈ ഒരു പസ് സെൽസിന്റെ എമൗണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ 10 or more pus cell per മൈക്രോ ലിറ്റർ സെൽസ് പെർ മൈക്രോ ലിറ്റർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം, പയൂറിയ എന്നുള്ള രീതിയിലേക്ക് പറയാം. അതായത് നമ്മൾ ഒരു 1 മൈക്രോലിറ്റർ സാമ്പിൾ എടുത്തു. ആ 1 മൈക്രോലിറ്റർ സാമ്പിൾ നമ്മൾ ഡയറക്റ്റ് മൈക്രോസ്കോപ്പ് വെറ്റ് മൗണ്ടിൽ നോക്കുന്ന സമയത്ത് അതിനകത്ത് 10 or more പസ് സെൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം, പയൂറിയ എന്നുള്ള രീതിയിൽ പറയാം. ഈ പയൂറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം, പ്രസൻസ് ഓഫ് പസ് ഇൻ യൂറിൻ ആണ്. പസ് എപ്പോഴാണ് യൂറിനകത്ത് അപ്പിയർ ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. നമുക്കറിയാം എന്താണ് പസ് എന്ന് പറയുന്നത്, എന്താണ് ന്യൂട്രോഫിൽസിന്റെ സംഭവമാണ്, WBCs ആണ് വരുന്നത് അല്ലെ. ഈ നമ്മുടെ ബോഡിയിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എന്തിന്റെ എമൗണ്ട് കൂടും, ന്യൂട്രോഫിൽസിന്റെ എമൗണ്ട് കൂടും. ദെൻ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ലിംഫോസൈറ്റ്സിന്റെ എമൗണ്ട് കൂടും. ദെൻ പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണെങ്കിൽ ഈസിനോഫിലിന്റെ എമൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പസലിന്റെ എമൗണ്ട് കൂടുമ്പോൾ നമ്മൾ അതിന് എന്തെന്ന് പറയും, ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് പയൂറിയ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഈ പയൂറിയ വരുന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഓൾറെഡി ബാക്ടീരിയ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് ലീഡ് ചെയ്യത്തുള്ളൂ, പയൂറിയ എന്നുള്ള കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് നോക്കുന്നു, നമ്മൾ അൺസെൻട്രിഫ്യൂജ്ഡ് യൂറിൻ സാമ്പിൾ ആണെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ബാക്ടീരിയ കിട്ടിയെന്നിരിക്കും. അതായത് ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ, അതായത് ഇപ്പൊ നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഫ്രഷ് സാമ്പിൾ, അതായത് ഫ്രഷ് മിഡ് സ്ട്രീം യൂറിൻ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ഓൺ ദ സ്പോട്ട് തന്നെ നമ്മൾ എന്ത് നോക്കുന്നു, ഡയറക്റ്റ് വെറ്റ് മൗണ്ട് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ബാക്ടീരിയ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ എന്നുള്ള രീതി പറയാം. ശ്രദ്ധിക്കണം, അൺസെൻട്രിഫ്യൂജ്ഡ് യൂറിൻ സാമ്പിൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതും ശ്രദ്ധിക്കണം, എന്താണ് ഡിലേ ഒന്നും വരാൻ പാടില്ല, ഫ്രഷ് സാമ്പിൾ തന്നെ ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം യൂറിന്റെ ഓർഡറും ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല, pH ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഈക്കോളയുടെ ഇൻഫെക്ഷൻ ആണെങ്കിൽ യൂറിൻ ബിക്കം എന്തായിരിക്കും, അസിഡിക് pH ആയിരിക്കും ഉണ്ടാവുക. അതേ സമയത്ത് പ്രോട്ടിയസിന്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇറ്റ് ബിക്കം എന്തായിരിക്കും, ആൽക്കലൈൻ pH ആയിരിക്കും ഉണ്ടാവുക. അതും കൂടി ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ pH നോക്കിയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒരു വൈറ്റ് ഗസ് വേണം ചെയ്യാൻ. മേ ബി ഈക്വളി ഓർ പ്രോട്ടിയസ് എന്നുള്ള രീതി പറയാം. എല്ലായ്പ്പോഴും ശരിയാണ് നിർബന്ധമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ തിയററ്റിക്കലി പറയുന്നത് എന്താണ്, ഇപ്പം ഈക്വളിയുടെ ഇൻഫെക്ഷൻ ആണെങ്കിൽ യൂറിൻ ബിക്കം ആസിഡ് ആയിരിക്കും. ദെൻ പ്രോട്ടിയസിന്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇറ്റ് ബിക്കം ആൽക്കലൈൻ pH ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് വെറ്റ് മൗണ്ടിലെ കുറെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ പ്രസന്റ് ആണ് വിത്തൗട്ട് പയൂറിയ. ദാറ്റ് ഈസ് ബാക്ടീരിയ എന്താണ്, നമ്മൾ വെറ്റ് മൗണ്ട് നോക്കുന്ന സമയത്ത് ബാക്ടീരിയയെ കാണുന്നുണ്ട്, നല്ല ഹൈവി ഇൻഫെക്ഷൻ ആണ്, ബാക്ടീരിയ ഉണ്ട്, പക്ഷെ എന്തില്ല, പയൂറിയ ആബ്സെന്റ് ആണ്. ദാറ്റ് ഈസ് പസ് സെൽസ് അവിടെ കാണുന്നില്ല. ഇതെങ്ങനത്തെ കേസിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ പേഷ്യന്റ് ഡയബറ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ എൻഡറിക് ഫീവർ ആയിരിക്കും. എൻഡറിക് ഫീവർ നമുക്ക് ഇവിടെ UTL അല്ല, യൂറിനറി ട്രാക്റ്റിലല്ല അഫക്ട് ചെയ്യുന്നത്, വേറെ സിസ്റ്റത്തിലാണ്. പക്ഷെ എന്താണ് ഇവിടെ വരുന്നത്, യൂറിനറി ഷെഡിങ് ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ബാക്ടീരിയ കാണുന്നത്. ദെൻ ബാക്ടീരിയൽ എൻഡോകാർഡൈറ്റിസ്, അതായത് എവിടെയാണ്, പ്രൈമറി സൈറ്റ് ഓഫ് ഒറിജിൻ വേറെ സ്ഥലത്തായിരിക്കും. ദെൻ ബാക്ടീരിയൽ ഷെഡിങ് മാത്രമേ എന്തിൽ നടക്കുന്നുള്ളൂ, യൂറിൻ കൂടി നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാണാത്തത്, പയൂറിയ കാണാത്തത്. പക്ഷെ എന്തുണ്ടാവും, ആക്ച്വലി ബാക്ടീരിയ ഉണ്ടാവും, പക്ഷെ ആബ്സെൻസ് ഓഫ് പയൂറിയ ആയിരിക്കും. ഓക്കെ, ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയൂറിയ പ്രസൻസ് ആണ്, ബട്ട് റുട്ടീൻ കൾച്ചർ ഈസ് സ്റ്റെറൈൽ. നമുക്കറിയാം എന്താണ്, പ്രസൻസ് ഓഫ് പസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഡെഫിനറ്റ്ലി എന്തായിരിക്കും, ഏതെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും എന്നറിയാം. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, പസ് പ്രസന്റ് ആണ്. യൂറിൻ സാമ്പിളിന്റെ അകത്ത് നമ്മൾ പസ് കാണുന്നുണ്ട്, പക്ഷെ എന്താണ്, നമ്മൾ കൾച്ചർ ചെയ്ത് നോക്കുന്ന സമയത്ത്, അതായത് റുട്ടീൻ കൾച്ചർ ചെയ്ത് നോക്കുന്ന സമയത്ത് റുട്ടീൻ കൾച്ചർ എന്താണ്, സ്റ്റെറൈൽ ആണ്. നമ്മൾ റുട്ടീൻ കൾച്ചർ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ്, മക്കോങ്കി അഗാർ അല്ലെങ്കിൽ ക്ലഡ് അഗാർ എടുക്കാം.
ദെൻ ബ്ലഡ് അഗാർ, ഈ മക്കിലും ബ്ലഡിലും ഗ്രോ ചെയ്യാത്ത ഓർഗാനിസംസ് ഉണ്ടാവാം, അതും വേണമെങ്കിൽ നമുക്ക് എന്ത് കോസ് ചെയ്യാം, UTI കോസ് ചെയ്യും. അതിന് ഏറ്റവും എക്സാമ്പിൾ ആണ് റീനൽ ട്യൂബർക്ലോസിസ്. നിങ്ങൾക്കറിയാം റീനൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസിന്റെ സെലക്ടീവ് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്, LJ മീഡിയ ആണ്. ആ LJ മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഓർഗാനിസം ഗ്രോ ചെയ്യത്തുള്ളൂ. ദെൻ എന്താണ് ഇവിടെ നമ്മൾ എടുക്കുന്ന മക്കോങ്കി അഗാർ, ബ്ലഡ് അഗാർ ആണ്. ഇതിൻ്റെ അകത്ത് രണ്ടിലും എന്തിൽ ഗ്രോ ചെയ്യത്തില്ല, മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ഗ്രോ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് കാണാം, പയൂരിയ പ്രസന്റ് ആയിരിക്കും, ബട്ട് റൂട്ടീൻ കൾച്ചർ ഈസ് സ്റ്റെറൈൽ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ വരുന്നതാണ് ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ്. നമുക്കറിയാം നെസീരിയ ഗോണേറിയ ഏതാണ്, MNYC വേണം, ദാറ്റ് ഈസ് മോഡിഫൈഡ് ന്യൂയോർക്ക് സിറ്റി മീഡിയം അല്ലെങ്കിൽ തൈമാറ്റൻ മീഡിയ വേണം. ആ മീഡിയത്തിൽ മാത്രമേ അത് ഗ്രോ ചെയ്യത്തുള്ളൂ. അത് എന്തിൽ ഗ്രോ ചെയ്യത്തില്ല, ബ്ലഡ് കാറിലും മക്കിലും ഗ്രോ ചെയ്യത്തില്ല. നെക്സ്റ്റ് വൺ ഇസ് ദ ക്ലമേഡിയ ട്രക്കോമാറ്റിസ്. നമ്മുടെ ക്ലമേഡിയ എന്ന് പറഞ്ഞ ഓർഗാനിസം കോസ് ചെയ്യുന്ന ഡിസീസസ് ആണ് ക്ലമേഡിയ ട്രക്കോമാറ്റിസ്. ദാറ്റ് ഈസ് LGV സിറോവാസിക്, ദാറ്റ് ഈസ് ലിംഫോഗ്രാനുലോമ വെനേറോ എന്നുള്ള രീതിയിൽ വരുന്നതാണ് ക്ലമേഡിയ ട്രക്കോമാറ്റിസിന്റെ ഇൻഫെക്ഷൻ. അതും എന്തായിരിക്കും, നമ്മുടെ ബ്ലഡിലും മക്കിലും ഗ്രോ ചെയ്യത്തില്ല. പിന്നെ വരുന്നത് ലെപ്റ്റോസ്പൈറോസിസ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇത്രയാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നത്. അതായത് പയൂറിയ പ്രസന്റ് ആയിരിക്കും, ബട്ട് റുട്ടീൻ കൾച്ചർ, അതായത് മക്കോങ്കിയിലോ ബ്ലഡ് അഗാറിലോ ഗ്രോത്ത് ഉണ്ടാവണം നിർബന്ധമില്ല. അങ്ങനെ വരുന്ന ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾസ് ആണ് റീനൽ ട്യൂബർക്ലോസിസ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്, ദെൻ നെസീരിയ ഗോണേറിയ, ദെൻ ക്ലമേഡിയ ട്രക്കോമാറ്റിസ് ആൻഡ് ലെപ്റ്റോസ്പൈറൽ ഇൻഫെക്ഷൻ. ഈ 4 ഓർഗാനിസം ആണ് ആ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ നമുക്ക് എന്താണ് ഒരു UTI ഉണ്ട്, ദെൻ നമ്മൾ എന്ത് കഴിക്കുന്നു, നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, യൂറിന്റെ അകത്ത് പസ് കാണാൻ പറ്റും, പക്ഷേ റുട്ടീൻ കൾച്ചർ എന്തായിരിക്കും, സ്റ്റെറൈൽ ആയിരിക്കും. ഓക്കെ, ആ ഒരു കണ്ടീഷൻ കൂടിയാണ് ഇവിടെ വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുന്ന സമയത്ത് ഹെമച്ചൂറിയ കാണാം, എന്താണ് RBCs കാണാം. ഇത് ഹെമച്ചൂറിയ മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഗ്ലോമറുലോ നെഫ്രൈറ്റിസിന്റെ കേസിലായിരിക്കും മെയിൻ ആയിട്ട് എന്ത് കാണപ്പെടുക, ഹെമച്ചൂറിയ കാണാം. ആ ഗ്ലോമറുലോ നെഫ്രൈറ്റിസിന്റെ കേസിലാകുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസ്മോർഫിക് ആയിരിക്കും, അതിന്റെ സൈസും ഷേപ്പ് എന്തായിരിക്കും നല്ല രീതിയിൽ വേരി ചെയ്തിട്ടുണ്ടാവും. പിന്നെ വരുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ സിക്കിൾ സെൽ അനീമിയയുള്ള കേസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ സിക്കിൾ സെൽ ഡിസീസസിന്റെ കേസിൽ നമുക്ക് സിക്കിൾ ആയിട്ടുള്ള റെഡ് സെൽസും കൂടി നമുക്ക് കാണാൻ പറ്റും. യൂറിന്റെ അകത്ത് യൂറിനിലെ ഹെമച്ചൂറിയ വരുന്നുണ്ടെങ്കിൽ ആ ചില പേഷ്യൻസിന് ആ ഒരു സിക്കിൾ ആയിട്ടുള്ള റെഡ് സെല്ല് നമുക്ക് നല്ല രീതിയിൽ ഇതിന്റെ അകത്ത് യൂറിന്റെ അകത്ത് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന പാരസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വരുന്നത് ഷിസ്റ്റോസോമ ഹെമറ്റോബിയത്തിന്റെ എഗ്സ് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വരുന്നുണ്ട്, ഒരു സ്പൈൻ വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ആ സ്പൈനിൽ അബ്രേഷൻസ് ഒക്കെ വന്നിട്ട് ഒരു റെഡ് കളർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഷിസ്റ്റോസോമ ഹെമറ്റോബിയത്തിന്റെ കേസിൽ എന്തായിരിക്കും, പ്രോട്ടീൻ കണ്ടന്റും കൂടുതലായിരിക്കും, യൂറിനറി പ്രോട്ടീൻ വളരെ ഹൈ ആയിരിക്കും. പിന്നെ വരുന്ന പാരസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈക്കോമോണാസ് വജൈനാലിസ് ആണ്. ഇത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് വജൈനൈറ്റിസ് ആണ്, മെയിൻ ആയിട്ട് ഫീമെയിൽസിലാണ് കണ്ടുവരുന്നത്. ഒക്കേഷണലി മെൻസിലും കാണപ്പെടുന്നുണ്ട്, മെയിൻ ആയിട്ടും ഫീമെയിൽസിലാണ് കാണുവരുന്നത്. പിന്നെ വരുന്നതാണ് നമ്മുടെ യൂച്ചലറിയ ബാൻഡ്രോഫ്റ്റിയുടെ മൈക്രോഫൈലറിയ കാണാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈലൂറിയ എന്നുള്ള രീതിയിൽ യൂറിൻ എന്തായിരിക്കും, നല്ല മിൽക്കി വൈറ്റ് കളർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മൈക്രോഫൈലറിയ ഓഫ് ഓങ്കോസർക്ക വളവലസ് എന്ന് പറഞ്ഞ ഓർഗാനിസത്തിനും കാണുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർമലി കാണത്തൊന്നുമില്ല, നല്ല ഹെവി ഇൻഫെക്ഷൻ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു രീതിയിൽ ഇത് കാണപ്പെടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചില കേസിൽ നമ്മൾ എന്തും കൂടി കാണപ്പെടാറുണ്ട്, എൻട്രോബിയസ് വെർമിക്കുലാരിസിന്റെ എഗ്സും കൂടി യൂറിനിൽ കാണുവരാറുണ്ട്. അതായത് ഇപ്പൊ യൂറിനിൽ കണ്ടുവരുന്ന പാരസൈറ്റ്സ് ഏതൊക്കെയാണ്, ഒന്ന് ഷിസ്റ്റോസോമ ഹെമറ്റോബിയം, ദെൻ ട്രൈക്കോമോണാസ് വജൈനാലിസ്, ദെൻ യൂച്ചറേലിയ ബാൻഡ്രോഫ്റ്റി, ഓങ്കോസർക്കിയ വളവലസ്, ദെൻ എൻട്രോബിയസ് വെർമിക്കുലാരിസ്. ഈ 5 പാരസൈറ്റ്സിനെ മാത്രം നമ്മൾ യൂറിൻ്റെ അകത്ത് കാണാൻ പറ്റും, വേറെ ഒരു പാരസൈറ്റ്സിനെ കാണാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ ഇത്രയാണ് നമ്മുടെ അതർ കണ്ടീഷൻസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ദെൻ ഈ വെറ്റ് മൗണ്ടിന് ശേഷം നമ്മൾ രണ്ടാമത് പോകുന്നത് എന്താണ്, ഗ്രാംസ്റ്റെയിൻ എക്സാമിനേഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, ഈ വെറ്റ് മൗണ്ട് നമുക്ക് അതിന് മുമ്പായിട്ട് ഈ വെറ്റ് മൗണ്ട് നമുക്ക് 2 രീതിയിൽ നോക്കാം. അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇതിന്റെ ടെർബിഡിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ നല്ല ഹൈലി ടെർബിഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അൺസെൻട്രിഫ്യൂജ്ഡ് യൂറിൻ സാമ്പിൾ എടുത്ത് പ്രോസസ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല ലെസ് ടെർബിഡ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ മൈക്രോസ്കോപ്പി ഒക്കെ നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് യൂറിൻ സാമ്പിൾ എടുത്ത് നല്ലപോലെ സെൻട്രിഫ്യൂജ് ചെയ്യാം. ഇതിൽ അതിന്റെ സെഡിമെന്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് നോക്കാം, ഈ യൂറിൻ വെറ്റ് മൗണ്ടും ഗ്രാംസ്റ്റെയിനും പെർഫോം ചെയ്യാം. ഓക്കെ, ഗ്രാംസ്റ്റെയിൻ സ്മിയർ. നമ്മൾ ഗ്രാംസ്റ്റെയിൻ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, മെയിൻ ആയിട്ട് നോക്കുന്നത് എന്താണ്, ഇതിനകത്ത് ബാക്ടീരിയ പ്രസന്റ് ആണോ അല്ലേ നോക്കുന്നു. പിന്നെ അതുപോലെ തന്നെ WBCs ഉണ്ടോ എന്നാണ് നോക്കുന്നത്, മീൻസ് പസ് സെൽസ് ഉണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വെറ്റ് മൗണ്ട് നോക്കിയതിന് ശേഷം നമുക്ക് ഒരു ബാക്ടീരിയനെയും കണ്ടിട്ടുണ്ടാവും, പസ് സെല്ലും ഉണ്ടാവും. ഈ വെറ്റ് മൗണ്ട് നോക്കി ഈ ബാക്ടീരിയയും പസ് സെല്ലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് നോക്കിയാൽ മതി, ആ യൂറിനെ പ്രോസസ്സ് ചെയ്താൽ മതി. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനങ്ങ് അവോയ്ഡ് ചെയ്യാം.
ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഗ്രാംസ്റ്റൈന്റെ കുറെ പ്രത്യേകതകൾ എന്താണ്? വളരെ സിമ്പിൾ ആണ്, മോസ്റ്റ് ഇൻഎക്സ്പെൻസീവ് മെത്തേഡ് ആണ്, റിലയബിൾ ആണ്, ലെസ് എക്സ്പെൻസീവ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ രണ്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. സെൻട്രിഫ്യൂജ്ഡ് യൂറിന്റെ കേസിലും പറയുന്നുണ്ട്, അൺസെൻട്രിഫ്യൂജ്ഡ് യൂറിന്റെ കേസിലും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം അൺസെൻട്രിഫ്യൂജ്ഡ് യൂറിൻ സാമ്പിളിന്റെ കേസിൽ നമ്മൾ ഒരു ഓയിൽ ഇമേഷൻ 1 ഓർഗാനിസം പെർ ഓയിൽ ഇമേഷൻ ഫീൽഡ്, അങ്ങനത്തെ നമ്മൾ 20 ഫീൽഡ് നോക്കിയിട്ട് ആ ഒരു പ്രൊപ്പോർഷനിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഓർഗാനിസം ഓരോ ഫീൽഡിൽ വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സാമ്പിൾ അൺസെൻട്രിഫ്യൂജ്ഡ് ആണെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? സിഗ്നിഫിക്കന്റ് ബാക്ടീരിയ എന്നുള്ള കണ്ടീഷനിലേക്ക് പറയാം. ഇനി അതേ സമയത്ത് ഇത് സെൻട്രിഫ്യൂജ്ഡ് യൂറിൻ ഡെപ്പോസിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഓർഗാനിസത്തിന്റെ എമൗണ്ട് കൂടുന്നു. ദാറ്റ് ഈസ് 5 organism per all immersion field indicates significant bacteria. അവിടെ നമ്മൾ 20 ഫീൽഡ് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് എന്താണ് 1 ഫീൽഡിൽ തന്നെ നമ്മൾ 5 or more ബാക്ടീരിയ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം? സിഗ്നിഫിക്കന്റ് ബാക്ടീരിയ എന്നുള്ള രീതിയിൽ പറയാം. ശ്രദ്ധിക്കണം, അതെന്താണ്? സെൻട്രിഫ്യൂജ്ഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ മാത്രം. ഓക്കെ, ഈ സെൻട്രിഫ്യൂഗേഷൻ നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ ഒരു ടെർബിഡിറ്റിനെ, യൂറിന്റെ ടെർബിഡിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നമ്മൾ നോർമലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് ഓർഗാനിസം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നോർമലി ഒരു അൺകോംപ്ലിക്കേറ്റഡ് അക്യൂട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സിംഗിൾ ഓർഗാനിസം മാത്രമേ ഉണ്ടാവാം. ചില സമയത്ത് ഇത് എന്ത് സംഭവിക്കുന്നു? മിക്സഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് വരാം, അതായത് മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ഓർഗാനിസം വരാം. ഇത് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ക്രോണിക് ഇൻഫെക്ഷന്റെ കേസിലും അല്ലെങ്കിൽ റിക്കറിംഗ് ഇൻഫെക്ഷൻസിന്റെ കേസിലും മാത്രമാണ് ഈ ഒരു കണ്ടീഷൻസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാമ്പിൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തായിരിക്കും? വജൈനൽ കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ വജൈനൽ കണ്ടാമിനേഷൻ നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മിക്സഡ് മൈക്രോബിയൽ ഫ്ലോറ ആയിരിക്കും. അതായത് നമ്മൾ ഗ്രാംസ്റ്റൈൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ബോത്ത് ഗ്രാം പോസിറ്റീവ് ഉണ്ടാവും, ഗ്രാം നെഗറ്റീവ് ഉണ്ടാവും, കോക്കൈ ഉണ്ടാവും, ബാസിലൈ ഉണ്ടാവും. ആ രീതിയിൽ നമുക്ക് അതിന് മിക്സഡ് മൈക്രോബിയൽ ഫ്ലോറ ഉണ്ടാവും. അത് കൂടാണ്ട് ഇൻ അഡീഷൻ ടു ദിസ് there is a large amount of squamous epithelial cells കൂടി ഉണ്ടാവും. ഈ ഒരു എപ്പിത്തീലിയൽ സെൽസും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം? സാമ്പിൾ റിജക്ട് ചെയ്യാം. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ, നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു സ്മിയർ നോക്കുന്ന സമയത്ത് പേഷ്യന്റിന്റെ പേര് നോക്കുക, ഫീമെയിൽ ആണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ നോക്കിയ സമയത്ത് മിക്സഡ് മൈക്രോബിയൽ ഫ്ലോറയും കാണുന്നു, ലാർജ് എമൗണ്ട് ഓഫ് സ്കാമസ് എപ്പിത്തീലിയൽ സെൽസും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തിന് റിജക്ട് ചെയ്യാം? സാമ്പിൾ ഈസ് കണ്ടാമിനേഷൻ, വജൈനൽ കണ്ടാമിനേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് റിജക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ റിപ്പീറ്റ് സാമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, തേർഡ് വൺ ഇസ് ദ കെമിക്കൽ മെത്തേഡ് ആണ്. കെമിക്കൽ മെത്തേഡ് കുറെ കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ദ പ്രോട്ടീൻ എക്സാമിനേഷൻ ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ക്ലിപ്പ് പഠിച്ചിട്ടുണ്ടാവും. SSA മെത്തേഡ്, സൾഫോസാലിക് ആസിഡ് മെത്തേഡ്, പിന്നെ നമ്മൾ പ്രോട്ടീൻ ഡിറ്റക്ഷൻ ചെയ്യാം. അതിന് ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്തും കൂടി ഉണ്ട്? സ്ട്രിപ്പ്, നമ്മുടെ ഗ്ലൂക്കോസ് നോക്കുന്ന പോലെ എന്തുണ്ട്? അതിന്റെ സ്ട്രിപ്പും കൂടി ഉണ്ട്. ആ സ്ട്രിപ്പ് ജസ്റ്റ് എന്ത് ചെയ്യുക? സ്ട്രിപ്പ് ഇംപ്രഗ്നേറ്റഡ് വിത്ത് SSA ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഡിപ്പ് ചെയ്യുക, കുറച്ച് സമയം വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യും? അതിന്റെ കളർ ചേഞ്ച് കാണാൻ പറ്റും. ഇപ്പം പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കളർ മാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ ബാക്ടീരിയയിലും എന്തുണ്ട്? പ്രോട്ടീനൂറിയ പ്രസന്റ് ആയിരിക്കും. അതായത് പ്രോട്ടീനെയും കൂടി നമുക്ക് യൂറിനകത്ത് കാണാൻ പറ്റും. പിന്നെ അത് കൂടാണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടാണ്ട് വേറെ വരുന്ന പ്രോട്ടീൻ സംഭവം എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് കാണാം, ദെൻ നെഫ്രോട്ടിക് സിൻഡ്രോം കാണാം, പിന്നെ ഷിസ്റ്റോസോമയുടെ ഇൻഫെക്ഷൻ കാണാം, പിന്നെ ഹൈപ്പർ ടെൻഷൻ, ദെൻ സിവിയർ ഫെബ്രൈൽ ഇൽനസ്, ദെൻ HIV അസോസിയേറ്റഡ് റീനൽ ഡിസീസസ്. ഈ കണ്ടീഷനിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? യൂറിൻ്റെ അകത്ത് ഹൈ എമൗണ്ട് ഓഫ് പ്രോട്ടീനെ കാണാൻ പറ്റും. സെക്കൻഡ് വൺ ഇസ് ദ നൈട്രേറ്റ് എക്സാമിനേഷൻ. അതായത് ഒട്ടുമിക്ക എല്ലാ UTI കോസ് ചെയ്യുന്ന പാത്തോജൻസിനും നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് നമ്മൾ മെയിൻ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഗ്രീസ് ടെസ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ നൈട്രേറ്റ് ഇംപ്രഗ്നേറ്റഡ് റിയേജന്റ് സ്ട്രിപ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓർഗാനിസും ഇത് പോസിറ്റീവ് തരുന്നില്ല. ചില ഇപ്പം UTI കോസ് ചെയ്യുന്ന നൈട്രേറ്റ് റിഡക്ടേസ് എൻസൈം ഇല്ലാത്ത ഓർഗാനിസത്തിന് എക്സാമ്പിൾസ് ആണ്. അതായത് എൻട്രോകോക്കസ് ഫീക്കാലിസ്, സ്യൂഡോമോണാസ് സ്പീഷീസ്, സ്റ്റെഫിലോകോക്കസ് സ്പീഷീസ് ആൻഡ് കാൻഡിഡ. ഈ 4 ഓർഗാനിസംസ്, അതായത് എൻട്രോകോക്കസ്, സ്യൂഡോമോണാസ്, സ്റ്റാഫ് ആൻഡ് കാൻഡിഡ, ഈ 4 ഓർഗാനിസം എന്തായിരിക്കും? നൈട്രേറ്റ് റിഡക്ഷൻ ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. പിന്നെ വരുന്നതാണ് നമ്മുടെ UTI സ്ക്രീനിങ് ഇൻ പ്രഗ്നന്റ് വുമൺ. അതായത് പ്രഗ്നന്റ് വുമണിൽ നമ്മൾ UTI സ്ക്രീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്താ ചെയ്യുക? ഒന്നെന്ന് വെച്ചാൽ ഗ്രീസ് നൈട്രേറ്റ് ടെസ്റ്റ് ചെയ്യും, അതായത് നൈട്രേറ്റ് റിഡക്ഷൻ ടെസ്റ്റ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ എന്തും കൂടി ചെയ്യും? ഒരു പ്രോട്ടീൻ എക്സാമിനേഷൻ ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് നോക്കും? ഈ യൂറിന്റെ ക്ലൗഡ്നെസ് നോക്കാം. യൂറിൽ നമ്മൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ക്ലൗഡി യൂറിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇറ്റ് മേ ബി UTI എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതായത് പ്രഗ്നൻസിയിൽ കേസിൽ നമ്മൾ UTI സ്ക്രീൻ എങ്ങനെയാണ്? ഒന്ന്, ഒരു നൈട്രേറ്റ് റിഡക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നു. അതായത് യൂറിൻ സാമ്പിൾ എടുത്ത് നൈട്രേറ്റ് റിഡക്ഷൻ ടെസ്റ്റ്, മിക്കവാറും സ്ട്രിപ്പ് ആയിരിക്കും. ആ സ്ട്രിപ്പ് അതിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ച് നോക്കുന്നു. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പ്രോട്ടീൻ എക്സാമിനേഷൻ. ആ ഒരു പ്രോട്ടീനും എന്തുണ്ട് നോക്കുക. ദെൻ മൂന്നാമത്തെ എന്താണ്? അതിന്റെ മൈക്രോസ്കോപ്പിയിൽ എന്ത് നോക്കുക? അതിന്റെ ക്ലൗഡ്നെസ് നോക്കുക. ക്ലൗഡ്നെസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് ചെയ്യാം? ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു UTI-നെ ഈ പ്രഗ്നന്റ് വുമണിൽ റാപ്പിഡ് സ്ക്രീനിങ് മെത്തേഡാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ട്രിപ്സ്. ആ സ്ട്രിപ്സിന്റെ മുകളിൽ എന്തായിരിക്കും? ഇത് ജസ്റ്റ് വെച്ച് നോക്കുകയാണ് ചെയ്യുന്നത്, ഏതാണ് ഗ്രേഡ് വരുന്നത് എന്നുള്ള രീതിയിൽ. ലുക്കോസൈറ്റ് എസ്ട്രേസ് ടെസ്റ്റ് ആണ്.
ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പസൽസിന് വേണ്ടി ചെയ്യുന്ന സെൽസ് ആണ്. ദാറ്റ് ഈസ് ഒന്നെങ്കിൽ പസൽ അല്ലെങ്കിൽ PMN സെൽസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്താ ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻസൈംസ്, അതായത് ല്യൂക്കോസൈറ്റ് എസ്ട്രേസ് എന്ന് പറയുന്ന എൻസൈംസ് ഈ ഒരു WBC ലൈവ് ആണെങ്കിലും ഡെഡ് ആണെങ്കിലും അതിന്റെ ബോഡിയിൽ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്താണ് പയൂറിയയുടെ വേറൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പയൂറിയ ഡിറ്റക്ട് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് എന്ത് ഈ ല്യൂക്കോസൈറ്റ് എസ്ട്രേസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണം പറയാം. പിന്നെ ഇതും എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു റിയേജന്റ് സ്ട്രിപ്സിൽ എന്താണ് ഇംപ്രിഗ്നേറ്റഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിയേജന്റ് സ്ട്രിപ്സിന്റെ മുകളിൽ വരുന്ന റിയേജന്റ് ആണ് ബഫേർഡ് ഇൻഡോക്സിൽ കാർബോസിലിക് ആസിഡ് എസ്റ്റേഴ്സും പിന്നെ ഡയസോണിയം സാൾട്ട്. ഇതിന്റെ സെൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 88% സെൻസിറ്റിവിറ്റിയും 94% സ്പെസിഫിക്കും ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താണ് ചില കേസിൽ എന്ന് വെച്ചാൽ ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂറിൻ കണ്ടെയ്നറിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ബോറിക് ആസിഡ് പ്രിസർവേറ്റീവ് കണ്ടെയ്നേഴ്സ്. ആ ബോറിക് ആസിഡ് പ്രിസർവേറ്റീവ് കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ ഇത് ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് തരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ യൂറിൻ്റെ അകത്ത് ഹൈ എമൗണ്ട് ഓഫ് പ്രോട്ടീനും ഗ്ലൂക്കോസും ഉണ്ടെങ്കിൽ എന്ത് കിട്ടും ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ദ കാറ്റലൈസ് ടെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാറ്റലൈസ് നിങ്ങൾ ചെയ്യുന്ന ടെസ്റ്റ് ഒക്കെ തന്നെയാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ യൂറോ പാത്തജൻ എന്തുണ്ട് കാറ്റലൈസ് എൻസൈം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കാറ്റലൈസ് റിയേജന്റ് ദാറ്റ് ഈസ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തിലേക്ക് ആഡ് ചെയ്യുന്നു നമ്മുടെ ഈ നമ്മൾ യൂണിവേഴ്സൽ കണ്ടെയ്നറിലേക്ക് വന്നിട്ടുള്ള യൂറിൻ സാമ്പിളിന്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് എന്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുന്നു. ദെൻ എന്ത് കാണാൻ പറ്റും നമ്മുടെ എഫറസസ് അല്ലെങ്കിൽ ബബിൾസ് ഫോർമേഷൻ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ നെഗറ്റീവ് റിസൾട്ട് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രോകോക്കയും സ്ട്രെപ്റ്റോകോക്കയും നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇതിന്റെ ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് കിട്ടും നമ്മുടെ ഹെമച്ചൂറിയുള്ള കണ്ടീഷൻസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അയൺ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സംഭവിക്കും ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് തരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ കാറ്റലൈസ് ടെസ്റ്റ്. ഓക്കെ, പിന്നെ വരുന്നത് TTC ദാറ്റ് ഈസ് ട്രൈഫിനൈൽ ടെട്രാസോഡിയം ക്ലോറൈഡ് ടെസ്റ്റ് ആണ്. ദാറ്റ് ഈസ് TTC എന്ന് പറഞ്ഞ ടെസ്റ്റ് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഡക്ഷൻ ടെസ്റ്റ് ആണ്. അതായത് ഈ ട്രൈഫിനൈൽ ടെട്രാസോഡിയം ക്ലോറൈഡിനെ റിഡക്ഷൻ ചെയ്തിട്ട് എന്തിലേക്ക് മാറ്റും ഒരു പിങ്ക് ടു റെഡ് കളേർഡ് ഇൻസോൾബിൾ കോംപ്ലക്സിലേക്ക് ഫോം ചെയ്യും. അതായത് നോർമൽ എന്തായിരിക്കും ഈ ഒരു പിങ്ക് കളർ ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് TTC ദാറ്റ് ഈസ് ട്രൈഫിനൈൽ ടെട്രാസോഡിയം ക്ലോറൈഡ് റിഡക്ഷൻ ടെസ്റ്റ് ആണ്. ഇതിന് എന്ത് സംഭവിക്കുന്നു ഇനീഷ്യലി എന്തായിരിക്കും ഒരു പിങ്ക് കളർ ആയിരിക്കും. ഈ റിഡക്ഷൻ നടന്നതിന് ശേഷം ഇത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ഒരു റെഡ് കളേർഡ് ആയിട്ടുള്ള ഒരു ഇൻസോൾബിൾ പ്രിസിപ്പിറ്റേഷൻ ഫോർമേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആ ഒരു ടെമ്പറേച്ചർ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കലിൻ pH ആയിരിക്കും. ഓക്കെ, ഇത് എന്തുകൊണ്ട് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പിറേറ്ററി ആക്ടിവിറ്റി ഓഫ് യൂറോ പാത്തജൻസിന്റെ ഉള്ളത് കൊണ്ടായിരിക്കും ഈ ഒരു കൺവേർഷൻ നടക്കുന്നുണ്ടാവുക. ഓക്കെ, ഫോർത്ത് വൺ ഇസ് ദ ഓട്ടോമേറ്റഡ് മെത്തേഡ്സ് ആണ്. ഇതിനും എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ബാക്ക് ടു സ്ക്രീൻ സിസ്റ്റം, UTI സിസ്റ്റം, വിടെക് സിസ്റ്റം ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് ബാക്ക് ടു സ്ക്രീൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രിക് ഫിൽട്രേഷൻ ആണ്. ഇവിടെ നമ്മൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അൺസെൻട്രിഫ്യൂജ്ഡ് നമ്മൾ വന്ന യൂറിൻ വെൽ മിക്സ്ഡ് അൺസെൻട്രിഫ്യൂജ്ഡ് യൂറിൻ സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഫോഴ്സ്ഫുള്ളി നമ്മൾ പാസ് ചെയ്യാണ്. നമ്മളൊരു ഫിൽറ്റർ പേപ്പറിന്റെ മുകളിൽ കൂടി എന്ത് ഫോഴ്സ്ഫുള്ളി പാസ് ചെയ്യാണ്. എന്താ നമ്മൾ ഫിൽറ്റർ പേപ്പർ ആണ്, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു ഈ ബാക്ടീരിയനെയും WBCനെയും ഒക്കെ അവിടെ എന്ത് സംഭവിക്കുന്നു അവിടെ ട്രാപ്പ് ചെയ്ത് നിൽക്കും. ഓക്കെ, ആ ഫിൽറ്റർ പേപ്പറെ ട്രാപ്പ് ചെയ്ത് നിൽക്കും. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും സെഫാരിൻ O എന്ന് പറഞ്ഞ ഡൈ ഈ ഒരു ഫിൽറ്റർ പേപ്പറിന്റെ മുകളിലേക്ക് ആഡ് ചെയ്യും. ദെൻ ആ സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും ഒരു പിങ്ക് കളറിൽ ഇത് അപ്പിയർ ചെയ്യും. ദെൻ എന്ത് ചെയ്യുന്നു ഇതിന്റെ എത്രത്തോളം ഇതിന്റെ കളർ ഓഫ് ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് ഓർഗാനിസം പ്രസന്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതെന്താണ് ഇപ്പോഴും നമുക്ക് ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നില്ല. കാരണം എന്താണ് ബാക്ടീരിയനെയും ട്രാപ്പ് ചെയ്യും, അതുപോലെ തന്നെ WBCനെയും ട്രാപ്പ് ചെയ്യും, പിന്നെ ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ അതിനെയും ട്രാപ്പ് ചെയ്യും. ദെൻ അതുകൊണ്ട് ഒരിക്കലും എന്തല്ല ഒരു ജസ്റ്റ് ഒരു വൈറ്റ് ഗസ് മാത്രമേ കിട്ടത്തുള്ളൂ ഓർഗാനിസം ഉണ്ടോ ഇല്ല എന്നുള്ളത് കറക്റ്റ് ആയിരിക്കത്തില്ല ഈ ഒരു ബാക്ക് ടു സ്ക്രീൻ സിസ്റ്റത്തിൽ. പിന്നെ വരുന്നത് UTI സ്ക്രീൻ സിസ്റ്റം ആണ്. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോലൂമിനസെൻസ് അസേ ആണ്. ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ഹെൽപ്പ് ഓഫ് ATP വിത്ത് ലൂസിഫറിൻ ആൻഡ് ലൂസിഫറൈസ് എൻസൈമിന്റെ ആക്ടിവിറ്റി കൊണ്ടാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇപ്പൊ മോഡേൺ ആയിട്ട് വരുന്നതാണ് വൈടെക് സിസ്റ്റം ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോമെട്രിക് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺസെൻട്രേഷനും ഗ്രോത്തും നമുക്ക് ഒരേപോലെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ ദ ലൈറ്റ് ട്രാൻസ്മിഷൻ ചേഞ്ചസ്. അതായത് നമ്മൾ ലൈറ്റ് ട്രാൻസ്മിഷൻ ചെയ്യും, ഇതിനകത്ത് ഓർഗാനിസത്തിന് ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിന്റെ ട്രാൻസ്മിഷനിൽ ചേഞ്ചസ് വരും. ആ ട്രാൻസ്മിഷന് എന്ത് സംഭവിക്കുന്നു അവിടെ റെക്കോർഡ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോ ഗ്രോയിങ് ഓർഗാനിസത്തിന്റെ റിസൾട്ട് കിട്ടാൻ വളരെ അൺറിലയബിൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വൈടെക്കിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് വേണം ഈ ബ്ലഡ് അഗാറിലും മക്കിലും ഗ്രോത്ത് വരണം.
എന്നിട്ട് നമ്മൾ ആ കോളനീനെ എടുത്തിട്ട് നമ്മൾ എന്തിലേക്ക് മാറ്റുക ചെയ്യുന്നത്, നമ്മൾ വൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് സലൈനിലേക്കാണ് മാറ്റുക. ഈ സലൈൻ്റെ അകത്തേക്ക് നമ്മൾ ടർബിഡിറ്റി വന്നതിന് ശേഷം മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഓട്ടോമാറ്റിക് മെത്തേഡിന്റെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്ലോ ഗ്രോയിങ് ഓർഗാനിസത്തിന്റെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ജനറൽ പറയുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു സ്ക്രീനിങ് മെത്തേഡ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളനി കൗണ്ട് 10⁵ കുറവാണെങ്കിൽ എന്തായിരിക്കും, ഇത് ഇൻസഫിഷ്യന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസെൻസിറ്റീവ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ സുപ്രാപെബിക് ആസ്പെക്റ്റഡ് സാമ്പിളിന്റെ കേസിലും പിന്നെ അതുപോലെ തന്നെ കത്തീറ്ററൈസ്ഡ് യൂറിൻ സാമ്പിളും അതെന്തായിരിക്കും, സുപ്രാപെബിക് ആസ്പെക്റ്റഡ് സാമ്പിൾ ആണെങ്കിൽ നോർമലി സ്റ്റെറൈൽ ആയിരിക്കും. ദെൻ കത്തീറ്ററൈസ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും, കോളനി കൗണ്ട് വളരെ കുറവായിരിക്കും. ആ ഒരു കോളനി കൗണ്ട് കുറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഓട്ടോമേറ്റഡ് മെത്തേഡ്സിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിങ് മെത്തേഡിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ലൊരു ഗുഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം കോളനി കൗണ്ട് വളരെ കുറവുള്ള കേസിൽ, അതായത് 10⁻²ന്റെയും 10⁻³ ഒക്കെ എടുത്തുള്ളതാണെങ്കിലും നമ്മുടെ യൂറിത്രൈറ്റിസ് ഒക്കെ അല്ലെങ്കിൽ യൂറിത്രൽ സിൻഡ്രോം ഒക്കെ പേഷ്യന്റ് യൂറിത്രൽ സിൻഡ്രോം ഉണ്ട്, ദെൻ 10⁻², 10⁻³ കോളനി കൗണ്ട് മാത്രമേ കിട്ടുന്നുള്ളെങ്കിൽ അങ്ങനെയുള്ള കൗണ്ട് വരുന്ന കേസിലും ഈ ഒരു ഓട്ടോമേറ്റഡ് മെത്തേഡ്സ് വെച്ചിട്ടും നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റത്തില്ല.